രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് 2014 മെയ് മാസത്തിലാണ് സംസ്ഥാനത്തെ ബ്ലേഡ് മാഫിയെ തുരത്താൻ ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ പദ്ധതി ആരംഭിച്ചത്. പരാതികൾ അറിയിക്കുന്നതിന് പ്രത്യേക നമ്പരും തയ്യാറാക്കി. ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് പരാതി അറിയിക്കാൻ രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക നമ്പരും പൊതുജനങ്ങൾക്ക് നൽകി. DGP ഓഫീസിൽ ഓപ്പറേഷൻ കുബേരയ്ക്കായി പ്രത്യേക സെല്ലും ആരംഭിച്ചു. ജില്ലകളിലെ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSPമാർക്ക് ഓപ്പറേഷൻ കുബേരയുടെ ചുമതലയും നൽകി. 2 വർഷത്തിനിടെ 14,184 റെയ്ഡുകളിലായി 3,265 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2,141 പേരെ അറസ്റ്റ് ചെയ്തു. 4,67,00,000 രൂപയും 2,000-ലധികം പ്രോമിസറി നോട്ടുകളും പിടിച്ചെടുത്തു. എന്നാൽ ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഓപ്പറേഷൻ കുബേരയുടെ പ്രവർത്തനം ക്രമേണ നിലച്ചു. ബ്ലേഡ് മാഫിയക്കെതിരെ രേഖാമൂലം പരാതി ലഭിച്ചാൽ മാത്രം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലേക്കെത്തി. ഓപ്പറേഷൻ കുബേര മോണിറ്ററിംഗ് സെല്ലിന്റെ പ്രവർത്തനം ഇല്ലാതായി. പരാതി അറിയിക്കാനുള്ള നമ്പരും അപ്രത്യക്ഷമായി. കഴിഞ്ഞ 1 വർഷത്തിനിടെ നാമമാത്രമായ കേസുകൾ മാത്രമാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. ഓപ്പറേഷൻ കുബേര ഇപ്പോൾ നടക്കുന്നില്ലെന്നും മറ്റ് മാഫിയകൾക്കെതിരെയുള്ള അന്വേഷണത്തിനൊപ്പം ബ്ലേഡ് മാഫിയ കേസുകളും അന്വേഷിക്കുന്നുണ്ട് എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അന്വേഷണവും പരിശോധനകളും നിലച്ചതോടെ ബ്ലേഡുകാർ വീണ്ടും സംസ്ഥാനത്ത് സജീവമായി. ഓണമെടുത്തതോടെ വൻ ചൂഷണമാണ് സാധാരണക്കാരായ മലയാളികളിൽ ഇവർ നടത്തുന്നത്. ബ്ലേഡ് മാഫിയക്കെതിരായ നടപടി വൈകിയാൽ ഇനിയും ദുരന്തങ്ങൾ ആവർത്തിക്കും. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ അടിയന്തര നടപടി കൈക്കൊള്ളണം. ക്യാമറമാൻ രാഹുൽ കൃഷ്ണയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.